TP കേസിലെ പ്രതികൾക്ക് അവധിക്കുള്ള നീക്കമെന്നാണ് നമ്മൾ പുറത്തേക്ക് വരുന്ന വാർത്തയായി ഇന്ന് കണ്ടത്. വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കപ്പെടണം. അങ്ങനെ പിൻവാതിലൂടെയൊക്കെയുള്ള എഴുത്തുകുത്തുകളൊക്കെ ഇവർക്ക് അനുകൂലമായി അങ്ങനെ ഓർഡറായിട്ടും പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയൊക്കെ ഇറക്കുമ്പോൾ ഇതിന് പിന്നിൽ ആഭ്യന്തര വകുപ്പാണ് നേരിട്ട് ഇടപെടുന്നത് എന്നാണ് വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? TP കേസിലെ പ്രതികൾക്ക് മാത്രം ഇത്തരത്തിലുള്ളൊരു അസാധാരണ കരുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? ഹൈക്കോടതി അടക്കം കണിശമായി ശകാരിച്ചിട്ട് കൂടി എന്തുകൊണ്ടാണ് സർക്കാരിന് ഈ കൊടും ക്രിമിനലുകളോട് ഇത്ര മമത വരുന്നത് എന്ന് പരിശോധിക്കാം. ആർ അനന്തകൃഷ്ണൻ എന്നോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അനന്തൻ, എന്താണ് TP കേസ് പ്രതികളോട് മാത്രം ഇത്തരത്തിലുള്ള അസാധാരണമായിട്ടുള്ള ഒരു കരുതലും സ്നേഹവും ഒക്കെ തന്നെ? അത് പുതിയതല്ല, കാലങ്ങളായി ആർ അനന്തകൃഷ്ണൻ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളതാണ്. ഇന്നത്തെ ദുരൂഹമായിട്ടുള്ള നീക്കങ്ങൾ എന്തായിരുന്നു പുറത്തേക്ക് വരുന്നത്? TP ചന്ദ്രശേഖരന്റെ കൊലപാതകം മുതൽ ആ കേസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ശിക്ഷാവിധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതും പിന്നീടും അത് ഇന്ന് വരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് TP കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അന്ന് തൊട്ട് CPM പറയുന്നത് ആ കേസുമായി ബന്ധമില്ല എന്നാണ്. പക്ഷേ കോടതിയിൽ ഹാജരാകുന്ന വക്കീലിനെ നോക്കിയാലും ഗവൺമെൻറ് അതിനുശേഷം വന്ന ഇടത് ഗവൺമെൻറ്റുകളുടെ കാലത്ത്, അതായത് പിണറായി വിജയൻ സർക്കാരുകളുടെ കാലത്തായാലും TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികളോട് എന്തോ ഒരു പ്രത്യേക മമത സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജയിലധികൃതർക്കുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള പല നടപടികളും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി പോലും ഇടപെട്ടുകൊണ്ട് TP കേസ് പ്രതികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ ഇളവ് നൽകുകയാണെങ്കിൽ അത് 20 വർഷത്തിന് ശേഷം മാത്രമേ ആലോചിക്കാവൂ. അതുവരെ കർശനമായ നിയന്ത്രണം അവരുടെ കാര്യത്തിൽ വേണം. കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരാണ്, നേരിട്ട് പങ്കെടുത്തവരാണ്. സാധാരണഗതിയിലാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രതി അല്ലെങ്കിൽ ഒരു കുറ്റവാളി, ആ കുറ്റവാളി ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് അയാൾക്ക് അപേക്ഷ നൽകാം. കാരണം അദ്ദേഹത്തിന് അവകാശപ്പെട്ട അല്ലെങ്കിൽ ഈ പരോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊന്ന് ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? മറ്റൊന്ന്, ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ പ്രതിയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ല നടപ്പ് അല്ലെങ്കിൽ മറ്റു കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ? മനോനില, ശാരീരിക നില, ഇതൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പല സംവിധാനങ്ങളുണ്ട്. ജയിൽ ഉപദേശക സമിതിയുണ്ട്, പിന്നീട് പ്രൊബേഷണറി ഓഫീസറുണ്ട്, ജില്ലാ കളക്ടർ, ഭരണകൂടം അടക്കമുള്ളവരുടെ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട അങ്ങനെ പല പല ചാനലുകളിലൂടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക അവസ്ഥ ഈ വിഷയത്തിൽ ഇന്നത്തെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിപ്പം 25-ാം തീയതി ജയിൽ വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും പോയൊരു കത്താണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അപ്പോൾ ഒരു കേസിൽ ഒരു തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു കുറ്റവാളിക്ക് പരോൾ കിട്ടുക എന്നുള്ളത് അയാളുടെ അവകാശമാണ്. അയാൾക്ക് ഇത്ര ദിവസം, ഒരു വർഷം പരോൾ കൊടുക്കണം. അത് ഒരുമിച്ചോ അതല്ലെങ്കിൽ വിഭജിച്ചോ കൊടുക്കാം. അതിലൊക്കെ ഒരു നടപടിയുണ്ട്. അതിൽ ഒന്നുകിൽ ആ തടവുകാരൻ്റെ അപേക്ഷ, എനിക്ക് വീട്ടിലൊരു ആവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ആ ദിവസങ്ങളിൽ പരോൾ വേണം, അല്ലെങ്കിൽ എനിക്ക് വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, അതല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ട് ഇയാൾ ഇത്ര ദിവസമായിട്ട് പരോൾ ഇല്ലാതെ കിടക്കുകയാണ്, അയാൾക്ക് കൊടുക്കാം. അതല്ലെങ്കിൽ ജയിൽ അഡ്വൈസറി കമ്മിറ്റി, അവർക്ക് അതിന് ഉള്ള നടപടികൾ ആരംഭിക്കാം. ഈ 25-ാം തീയതി എഴുതിയേക്കുന്ന കത്ത് എന്ന് പറയുന്നത് ജയിൽ വകുപ്പ് ആസ്ഥാനത്ത് നിന്ന് DIG നേരിട്ട് ജയിൽ സൂപ്രണ്ടുമാർക്ക് കൊടുത്തിരിക്കുകയാണ്. കൊടിസുനിക്കും അണ്ണൻ ഷിജിത്തിനും ഒപ്പം തന്നെ മുഹമ്മദ് ഷാഫിക്കും അവധി കൊടുക്കുന്നത്, പരോൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ്, അവരുടെ ജീവൻ എന്തെങ്കിലും അപായം പുറത്തു പോയാൽ, ജയിലിന് പുറത്തു പോയാൽ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. അത് എന്തുകൊണ്ടാണ് മുകളിൽ നിന്ന് വന്നത്, അതിന്റെ കാരണം കൂടി ആ കത്തിലുണ്ട്. ആഭ്യന്തര വകുപ്പ് പ്രത്യേകം പറഞ്ഞിട്ടാണ്. ചെയ്തികളെ കുറിച്ച് അനന്തൻ, നമ്മൾ പരിശോധനകളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിധേയമാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് ഉയർത്തി കാണിക്കുന്ന മറ്റൊരു വിവരം കൂടി, ഇപ്പോൾ വിശദാംശം കൂടി പുറത്തേക്ക് വരികയാണ്. ആ വിവരം നോക്കിക്കഴിഞ്ഞാൽ ഈ ലഹരിയടക്കം കടത്തിനടക്കം TP കേസ് പ്രതികൾക്ക് ബന്ധമുണ്ടായിരുന്നു, ലഹരി കടത്ത് നടത്തുന്നു, കൊടിസുനി അടക്കമുള്ളവർ എന്നാണ്. ഇപ്പോൾ എന്നോടൊപ്പം ഫിലിക്സ് കൂടി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കോടതിയിൽ കൊടുത്ത ആ റിപ്പോർട്ടാണ് ഇതിനിടെ പുറത്തേക്ക് വരുന്നത്. ഫിലിക്സ്, ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത്. കാരണം അത്ഭുതം ഒരു പക്ഷേ കാണില്ല. കാരണം ഈ കൊടിസുനിയെ സംബന്ധിച്ചൊക്കെ നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് തവണ നമ്മൾ തെളിവുകളായി, ദൃശ്യങ്ങളായി ഇവരുടെയൊക്കെ തന്നെ പുറത്തേക്ക് കോടതിയിലേക്ക് അടക്കം ഹാജരാക്കുമ്പോൾ ലഹരി ഉപയോഗത്തിന് പോലീസ് അടക്കം അകമ്പടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് ഈ പുറത്തേക്ക് വരുന്ന ഈ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ? പ്രതീക്ഷ, അതായത് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് സമ്മതിക്കുകയാണ് കൊടിസുനിയെ കൊണ്ട് രക്ഷയുമില്ല, എത്രയും വേഗം ഇയാളെ ഇവിടെ നിന്നും ജയിൽ മാറ്റണമെന്ന്. അതായത് കൊടിസുനിയെ ജയിൽ മാറ്റിക്കഴിഞ്ഞു. ഇതൊരു 8ാം മാസമാണ് ഇത് സംബന്ധിച്ചൊരു കത്ത് കോടതിയിൽ സമർപ്പിക്കുന്നത്. അതായത് മാഹി ഇരട്ട കൊലപാതക കേസ്, 2 RSS പ്രവർത്തകരെ വെട്ടിക്കൊന്ന കേസിലെ പ്രതി കൂടിയായിരുന്നു കൊടിസുനി. അപ്പോൾ കൊടിസുനിക്ക് വിചാരണയ്ക്ക് വേണ്ടി കണ്ണൂർ തലശ്ശേരി കോടതിയിൽ ഹാജരാകേണ്ടി വന്നു. അങ്ങനെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. അതിന് മുമ്പ് തവനൂരായിരുന്നു. അപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാൾ കുറച്ചു കാലം
കഴിഞ്ഞു. ആ സമയത്താണ് ഇയാൾ ഈ രീതിയിൽ ലഹരി വിൽപ്പനയും കടത്തും നടത്തുന്നു എന്ന് സൂപ്രണ്ട് തന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ കിർമാണി മനോജും കൊടിസുനിയും ലഹരി വിൽപ്പന നടത്തുന്നു, ലഹരി കടത്ത് നടത്തുന്നു, അതിനായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. മാത്രമല്ല പരോളിന് വിട്ട സമയത്ത് മീനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാത്രം ഉണ്ടാകണമെന്ന് ആണ് നിബന്ധന. പക്ഷേ മറ്റൊരു പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് പോകുന്നു. മാത്രമല്ല വിചാരണയ്ക്ക് പോകുന്ന സമയത്ത് മദ്യപിക്കുന്നു. അപ്പോൾ നിരന്തര ശല്യമാണ്. അതുകൊണ്ട് ഇവിടെ ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ പറ്റില്ല, അതുകൊണ്ട് എത്രയും വേഗം ഇവിടുന്ന് മാറ്റണം എന്ന് സൂപ്രണ്ട് തന്നെ സമ്മതിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ക്രിമിനൽ ഒരു ജയിലിൽ പാർക്കുമ്പോൾ സൂപ്രണ്ടിന് അല്ലെങ്കിൽ അവിടുത്തെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് നിയന്ത്രിക്കാൻ കഴിയണമല്ലോ. കൊടിസുനി അടക്കമുള്ളവരെ തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് മാറ്റണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂപ്രണ്ട് പോലും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇവരെ കൊണ്ട് രക്ഷയുമില്ല എന്ന് സൂപ്രണ്ട് തന്നെ സമ്മതിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് TP കേസിലെ പ്രതികളാണ്, അവർക്ക് അർഹമായതല്ലാത്ത ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആക്ഷേപം പലതവണ ഉയർന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് TK രജീഷിന് ആയുർവേദ ചികിത്സയ്ക്ക് 45 ദിവസം അനുവദിച്ചത്. അപ്പോൾ അത് നിർബാധം തുടരുന്നു. തീർച്ചയായിട്ടും ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കത്ത് സൂപ്രണ്ടിൽ എഴുതേണ്ടി വന്നത്. ശരി, വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. അനന്തൻ ബെസ്റ്റ് കക്ഷികൾക്കാണ് ഈ ഇളവ് ലഭിക്കുന്നത്. കാരണം നമുക്ക് ഇത്രയോ ആളുകൾ അവരുടെ അർഹതപ്പെട്ട പരോള് സംബന്ധിച്ചൊക്കെ പെൻഡിങ്ങിലൊക്കെ ഉള്ള കേസിൽ ഒരുപാട് ഉണ്ടായിരിക്കാം. അവിടെയാണ് ഈ പിൻവാതിലൂടെ തിരികെ കയറ്റി ഒരു അസാധാരണമായ ചേതോവികാരം സൃഷ്ടിക്കപ്പെടുന്നത്. ഇതാരാണ് ഈ പറയുന്ന ഇന്നിപ്പോൾ ഒരു പ്രത്യേക താല്പര്യം കാണിച്ചത്? DG മറ്റോ ആ ലെറ്ററിലാണോ വന്നത്? അങ്ങനെ ലെറ്റർ അയച്ചേക്കുന്നത് പ്രതീക്ഷ കാര്യം എന്നുള്ളത്, ഈ നമ്മൾ എത്രയോ കേസുകളിലെ പ്രതികളെ കണ്ടിട്ടുണ്ട്. ഒരു തരത്തിലും ചെയ്ത കാര്യങ്ങളിൽ കുറ്റബോധമില്ലാത്തൊരു പ്രതികളാണ് ഈ TP കേസിലെ പ്രതികൾ. അത് അവർ തെളിയിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും. കാരണം അവർ ജയിലിൽ ഇരുന്നുകൊണ്ട് കൊട്ടേഷൻ നിയന്ത്രിക്കുന്നു, സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കുന്നു, മയക്കുമരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. അതിനൊപ്പം പുറത്തിറങ്ങിയാൽ പോലീസുകാരനെ വരട്ടി സൈഡിൽ നിന്ന് മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ കൊടിസുനിയുടെ പുറത്ത് വന്നു. അപ്പോൾ യാതൊരു കുറ്റബോധമില്ലാത്ത, എന്നാൽ പൊതുസമൂഹത്തിന് ഭയങ്കരമായ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്ന, അതീവ കുറ്റവാളികൾ ദുഷ്ടന്മാരെന്ന് തോന്നാവുന്ന രീതിയിൽ പെരുമാറുന്ന കുറ്റവാളികളാണ് TP കേസിലെ പ്രതികൾ. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ഈ ഉത്തരവുകൾ പുറത്തിറങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ആരോപണമായി KK രമ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവർ ഒരു പക്ഷേ ഈ TP കേസിലെ പ്രതികൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും ഇടതുഭരണം നടക്കുമ്പോൾ അവർക്ക് മോചനം ലഭിക്കും എന്നുള്ളത്, ജയിൽ മോചനം ലഭിക്കും എന്നുള്ളത്. അതിൻ്റെ ഈ ഭരണം അവസാനിക്കുമ്പോൾ തുടർച്ചയായിട്ട് 10 വർഷം ഭരിച്ച ഒരു ഗവൺമെന്റ് ഇറങ്ങാൻ പോകും. അപ്പോൾ അവർക്ക് സ്വാഭാവികം ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അവർ ചില കാര്യങ്ങൾ ചിലപ്പോൾ അവരുടെ അനന്തം പറഞ്ഞു വരുന്ന അനുസരിച്ചാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഇവരെ ചേർത്ത് നിൽക്കുന്നു എന്നൊരു പ്രതീതി അങ്ങനെയാണ് ആരോ ഒരു കേന്ദ്രം ഏതോ ഒരു കേന്ദ്രം നടത്തിയ നീക്കമായിരിക്കും. അങ്ങനെയാണ് KK രമ അടക്കമുള്ളവർ പറയുന്നത്. കാരണം ഇവരിൽ ഒരു പ്രതീക്ഷ എപ്പോഴും കൊടുത്തു നിർത്തുക, ഇല്ലെങ്കിൽ ഇവരെന്തെങ്കിലും വിളിച്ചു പറയാന്നുള്ളൊരു പേടി ആർക്കെങ്കിലും ഗവൺമെന്റിലൊക്കെ അല്ലെങ്കിൽ വകുപ്പിലൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. ഏതായാലും ആഭ്യന്തര വകുപ്പ് ഒരു കത്ത് ഇത് ആവശ്യപ്പെട്ട് ജയിൽ വകുപ്പിന് നൽകിയതായിട്ട് സൂചനാ ഉത്തരവിലില്ല. കാരണം ഈ കത്തിന് നാഥനുണ്ടോ? ആ കത്തിന്റെ നാഥനുണ്ട്. പക്ഷേ ആ കത്ത് പറയുന്നത് ഇന്ന ശുപാർശ പ്രകാരം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം എന്നാണ്. പക്ഷേ ആഭ്യന്തര വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം രേഖാമൂലം ഉണ്ടെന്നുള്ള കാര്യം സംശയമാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ റെഫറൻസ് ഈ ഉത്തരവിൽ വെക്കുമായിരുന്നു. അങ്ങനെ റഫറൻസ് കത്ത് ആ ഉത്തരവിൽ കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഒന്നുകിൽ ഇപ്പോൾ ഇതൊരു വാർത്തയാക്കി കൊണ്ടുവന്ന് ചില രാഷ്ട്രീയ കാര്യങ്ങളിൽ മാറ്റം, ഒരു ഡൈവേർഷൻ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഇവരെ തൃപ്തിപ്പെടുത്തുക, ഈ പ്രതികളെ തൃപ്തിപ്പെടുത്തുക, അതല്ലെങ്കിൽ ഗവൺമെന്റിന് ആരോ പണി കൊടുക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു നീക്കം നടത്തി എന്നുള്ളതാണ്. അങ്ങനെ 3 സാധ്യതകളാണ് ഈ കത്ത്. എന്തായാലും ഗൗരവമുള്ളതാണ്.